Wait. Hello, sweetheart. Where on earth were you? എത്ര കാലമായി? Phone switched off, Facebook offline for quite a long time. I wasn't here, ഹർഷ. പുള്ളിക്കാരനൊരു ഓട്ടോ എക്സ്പോ ഇൻവിറ്റേഷൻ കോലാലംപൂരിൽ വെച്ച് ഞാനും കൂടെ പോയി. I really needed it. You absolutely deserve one. You absolutely deserve one. അത് ഈ മുഖത്ത് കാണാനും ഉണ്ട്. You are glowing. അതൊരു പംകിൻ ഫേഷ്യൽ ചെയ്തായിരുന്നു കോലാലംപൂരിൽ വെച്ച്. It was amazing. അതിവിടെ ഒന്ന് കൊണ്ടുവരാൻ പറ്റുമോ? You know, it will be an instant hit. ഈ ഫേസിന് പറ്റിയൊരു സാധനമുണ്ട്. ക്ലിയോപാട്രയുടെ സൗന്ദര്യ രഹസ്യം. വേണമെങ്കിൽ കാതി പറഞ്ഞു തരാം. Chi, you are the limit, Harsha. You mean, is it true? I'm not bluffing. Check online. ഞാൻ വെറുതെ പറയോ? Who is this brother? സർ, ഇത് പുതിയതായി ജോയിൻ ചെയ്ത ട്രെയിനിയാ. എനിക്ക് മാത്രം ഒന്നും നടക്കണില്ല സാറേ, എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഇവിടുത്തെ ആ ശിവച്ചേട്ടന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ പാറല്ല സാറിന് വലിയ ബുദ്ധിമുട്ടാ അല്ലയോടാ. ഭയങ്കര കഷ്ടപ്പാടാണ്. രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വിഷമം വരും. കൊച്ചു പുസ്തകം തന്നെയാ കൂട്ട് അല്ലയോ. ഇത് കണ്ടു കണ്ടു മടക്കത്തില്ലയോടാ ഈ പടമൊക്കെ. കഥകൾ വേറെ വേറെ ആയിരിക്കും. ആ നല്ലതാ, ഒരിടക്കാല ആശ്വാസത്തിന്. നീയേ സമാധാനമായിട്ടിരിക്കടാ ഉവേ. എനിക്കും ഇങ്ങനൊരു കാലം ഉണ്ടായിരുന്നു. ആരും തരുത്തില്ല. എൻ്റെ പൊക്കത്തിൻ്റെ പ്രശ്നമാണെന്ന് അന്നൊക്കെ ഞാൻ വിചാരിച്ച്. പിന്നെ മനസ്സിലായത് ഇതൊക്കെ നിശ്ചയിക്കുന്നത് പ്രകൃതിയാ. എടാ, ഓരോ ധാന്യത്തിലും എഴുതിയിട്ടുണ്ട് അത് കഴിക്കേണ്ടവൻ്റെ പേര്. സമയമാകുമ്പോൾ പ്രകൃതി അത് നമ്മുടെ വായി കൊണ്ടുവച്ച് തരും, നമ്മൾ പോലും അറിയാതെ. അത് ചിലപ്പോൾ ഒരു പറയായിട്ടായിരിക്കും, ചിലപ്പോൾ ഒരു നാഴി, അല്ലെങ്കിൽ ഒരു പിടി ചോറ്. അത് എന്നതായാലും സ്വീകരിക്കുക നമ്മുടെ മിടുക്ക്. അതുകൊണ്ട് നീ പ്രകൃതിയോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അതിൻ്റെ രീതി എന്താണ്? നീ ഒന്നും ചെയ്യണ്ട. നിന്റെ ഏനക്കേട് മാറ്റാൻ ഒരുത്തി വരും. കാത്തിരിക്കാൻ ഒരു മനസ്സും അതിനൊത്തൊരു ശരീരവും റെഡിയാക്കി വെക്കുക. അതേ ഈ പ്രപഞ്ചം കൊണ്ടുവന്ന് തരും. ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാം ചെയ്യണം. വിവാഹം തടഞ്ഞു വെച്ച് എൻ്റെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും കെട്ടഴിച്ചു വിടണം. I want to eat, make love, one night stands, പിന്നെ കാഷ്വൽ സെക്സ്, സെഡക്ഷൻസ്, അങ്ങനെ എല്ലാ കോമഡി എൻജോയ് ചെയ്യണം. ഈ കൊച്ചിയിൽ ഇതെല്ലാം ഉണ്ടാവും, നിനക്കെല്ലാം ചെയ്യാം. പക്ഷെ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നീ ഒരു മലയാളിയാണെന്ന് ഒരു കുഞ്ഞു പോലും അറിയരുത്. വേറെ ഏത് ഭാഷക്കാർക്കും ഇവിടെ എന്ത് തരവഴിയും കാണിക്കാം. പക്ഷേ പെണ്ണ് മലയാളിയാണെന്ന് അറിഞ്ഞാൽ മോളെ അപ്പ സദാചാര പോലീസ് ഇറങ്ങും. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അടുത്ത നോവൽ ഞാൻ കൊച്ചി മട്ടാഞ്ചേരി ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഈ യൂഷ്വൽ പോർച്ചുഗീസ് ഡച്ച് വൈപ്പിൻ പോഞ്ഞിക്കര സ്റ്റഫൊന്നുമല്ല. എറണാകുളം പോലുള്ളൊരു മെട്രോയുടെ ഷെയ്ഡിൽ കിടക്കുന്ന യുനോ ഒരു ഷെയ്ഡി ഡൗൺ ടൗൺ, അത് വെച്ചിട്ടുള്ളൊരു വിഷ്വൽ നോവലാണ്. അങ്ങനെ അവിടെ താമസിച്ച് എഴുതണമെങ്കിൽ ഇറ്റ്സ് എ കോസ്റ്റ്ലി സ്റ്റഫ്. എറണാകുളത്തെ ഹോട്ടൽസിനേക്കാൾ റെൻറ്റ് കൂടുതലാണ് അവിടുത്തെ ഒരു ചെറിയ ഹോം സ്റ്റേക്ക് പോലും. ചെറിയ സെറ്റപ്പൊന്നും കിട്ടത്തില്ലേ? എൻ്റെ കയ്യിൽ അതിന് മാത്രം കാശൊന്നുമില്ല മോളെ. ലാഭത്തിൽ നടക്കുന്ന ഒരു കമ്പനി അടച്ചു പൂട്ടുന്നതിന് തുല്യ ഒരു വിവാഹമോചനം. ഒരു സ്ഥലമുണ്ട്, അൽത്താസിൻ്റെ ഫ്രണ്ട് ഒരു രവിശങ്കർ, അയാൾക്ക് അവിടെ ഒരു ലോഡ്ജുണ്ട്. അങ്ങനെ പ്രോപ്പറായി റൺ ചെയ്യുന്ന ലോഡ്ജൊന്നും അല്ല. അയാളുടെ ഫാമിലിയുമായി അടുപ്പമുള്ളവർ, പഴയ ജോലിക്കാർ, അവരൊക്കെ അവിടെ താമസിക്കുന്നത്. ട്രിവാൻഡ്രം ലോഡ്ജ്, അതാണ് ആ ലോഡ്ജിൻ്റെ പേര്. കായലിൻ്റെ തീരത്താ. അതിൻ്റെ ബാൽക്കണിയിൽ പണ്ട് ഇവർ ഫ്രണ്ട്സ് എല്ലാം ഒത്തുകൂടി വെള്ളമടിക്കുമായിരുന്നു.
രവിശങ്കറിന്റെ വൈഫ് മരിച്ചേ പിന്നെ അത്തരം ഒത്തുകൂടലൊന്നും ഉണ്ടായിട്ടില്ല. ഐ നീഡ് എ പ്ലേസ് ദേ സെറീന. ആ സ്ഥലം എന്നെ കാത്തിരിക്കുന്ന പോലെ. അല്ല, നീ കൊച്ചു പുസ്തക പരിപാടി നിർത്ത് കേട്ടാ. ഇതുപോലൊരിടത്തും കിട്ടാനില്ല. ഇതാർക്കും വേണ്ട. നീ ഒരു മൊബൈൽ സംഘടിപ്പീര്. വേണ്ട ഒരുത്തൻ. ഇവനിത് കണ്ട് മടുക്കൂലേ എന്നാണ്. ഇതെന്തോന്നിത്ര കാണാൻ? ആകെ 3 കാര്യങ്ങളല്ലേ ഉള്ളൂ. ഇക്കൊക്കെ അങ്ങനെയൊക്കെ പറയാം. ഇല്ലാത്തവനറിയാം എൻ്റെ വിഷമം. ഉണ്ടാക്കണം. ഈ ബസ് സ്റ്റാൻഡിന് ചുറ്റും എത്ര പൊട്ടാസുകളുണ്ട്. നീ എന്താ ഇതുവരെ ഒന്ന് ട്രൈ ചെയ്യാത്തത്? എത്ര കാലം എന്ന് വെച്ചാ എനിക്ക് അവരൊക്കെ കാണുമ്പോൾ തന്നെ മുട്ടിടിയാണ്. നമ്മളെക്കാളൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവരല്ലേ. അതുകൊണ്ടല്ലേ പേടിക്കേണ്ടാത്തത്. അവരറിഞ്ഞു നോക്കിക്കോളും. ആ, നിനക്ക് പറ്റിയൊരാളെ ദോ നിൽക്കുന്നു. ഇവളെ ഞാൻ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. എവിടേക്കാ? നീ വാ. പോയി. ഇതിനൊക്കെ ഒരു ഭാഗ്യം വേണം. സാരമില്ല, നമുക്ക് നാളെ മറ്റന്നാളോ ശരിയാക്കാം. നീ ഡസ്പാവല്ലേടായി. ഞാനതിൻ്റെ മുഖം പോലും കണ്ടില്ലല്ലേക്കാ. മുഖത്തിലൊന്നും ഒരു കാര്യമില്ല ചെല്ല. ഇനി എത്ര മണി? ഇങ്ങോട്ട് വാ. അബ്ദുക്കാക്ക് അവളുടെ മുഖല്ലേ കണ്ടത്? ഇതിലുണ്ടാടേ അവളുടെ മുഖം. ഇതാണ് മോങ്ങളുടെ പുസ്തകം, ഫേസ്ബുക്ക്. കന്യകാ മേനോനോ? വേറൊരു പ്രൊഫൈൽ ഉണ്ട്, കന്യകാ തമ്പി എന്നും പറഞ്ഞു. പക്ഷെ ഇതിലാണ് കൂടുതൽ ഫോട്ടോസ്. ഈ ചേച്ചി നാളെ ഇവിടെ വരുമോ? ഇത്ര ഭംഗിയൊന്നും പ്രതീക്ഷിക്കണ്ട. ഇത് ക്യാമറ ട്രിക്കാ. അപ്പൊ ഞാനൊന്നും പോയിട്ടില്ല. ഇങ്ങോട്ട് ചോദിക്കും. സ്വല്പ ചില്ലറ തടഞ്ഞ അപ്പ കുറ്റിയും പറിച്ചോണ്ട് പോണവനാ. കൊള്ളാം, ഇവർ നന്നായിട്ട് കൊള്ളാം. നന്നായിട്ടുണ്ട്. ഞാൻ പൊക്കോട്ടെ എന്നാ. അളവരാട്ടാ. ഡോ, അത് നാളെ വൃത്തിയാക്കാം. താൻ പോയിക്കോ. ബാക്കി എല്ലാവരും പണി കഴിഞ്ഞ് പോയല്ലോ. എന്നെ കാണിക്കാൻ വേണ്ടിയുള്ള ആത്മാർത്ഥ്യമൊന്നും വേണ്ട. ഇവിടെ ആരും ഇല്ലെന്നല്ലേ ഹർഷ എന്നോട് പറഞ്ഞത്? ഇവൻ പോയെന്നാ ഞാനും വിചാരിച്ചു. ഡോൺ വറി, ഒരു മന്ദനാ. അയാൾക്ക് വല്ല സംശയം തോന്നിക്കാണും. വല്ല സംശയം തോന്നിക്കാണില്ല, ഉറപ്പായും മനസ്സിലായി കാണും. പോവാൻ പറയണോ? Hey, wait.